നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ BJP സ്ഥാനാർത്ഥികളുടെ താഴെത്തട്ടിലെ പ്രചാരണത്തിൻ്റെ ചുമതല RSS ഏറ്റെടുക്കാൻ പോവുകയാണ്. സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്കും ബൂത്തിലിരിക്കാനും ആളില്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് RSSൻ്റെ ഇടപെടൽ. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും പാലക്കാടും പത്തനംതിട്ടയിലും തൃശ്ശൂരിലും കാസർഗോഡും ശക്തമായ ഇടപെടൽ സംഘപരിവാർ നടത്തും. BJPയുടെ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനാണ് ഇടപെടൽ. പ്രചാരണത്തിൽ മുന്നേറുന്നുണ്ടെങ്കിലും സ്ക്വാഡ് വർക്കിൽ BJP പിന്നോട്ടാണെന്ന് വിലയിരുത്തൽ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബൂത്ത് തലത്തിൽ RSS സജീവമാകുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ RSS പിന്തുണ അനിവാര്യമാണെന്ന് BJP ദേശീയ നേതൃത്വം പരിവാർ നേതാക്കളെ അറിയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കേരളത്തിൽ RSSന് 2 ഘടകങ്ങളുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ മേഖലയും ബാക്കിയുള്ള ജില്ലകൾ ചേരുന്ന വടക്കൻ മേഖലയും 2 പ്രാന്തങ്ങളായി കേരളത്തിലെ RSS സംവിധാനം മാറിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ഈ മാറ്റം BJPയുടെ സാധ്യതകളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കും. സംഘടനയെ 2ആയി വിഭജിച്ചത് കൊണ്ട് തന്നെ RSSന് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. തൃശ്ശൂരിലും പാലക്കാടും വടക്കൻ മേഖല പ്രത്യേകം ശ്രദ്ധ നൽകും. ബൂത്ത് തല പ്രവർത്തനം RSS നേരിട്ട് ഏകോപിപ്പിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. കൂടാതെ കുടുംബയോഗങ്ങളും സംഘടിപ്പിക്കും. BJPയുടെ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കാണ് മണ്ഡലങ്ങളുടെ ചുമതല. പ്രവർത്തനം വിലയിരുത്താൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീറിൻ്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുണ്ട്. RSS നേതൃത്വവുമായുള്ള ഏകോപനം സുധീറാകും നടത്തുക. എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും RSSൻ്റെ പ്രത്യേക ടീം സജ്ജമായിരിക്കും. ഒരിടത്തും വോട്ട് ചോർച്ചയുണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കാനാകും ഈ സംവിധാനം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം 1ലധികം സീറ്റുകളിലെ വിജയവുമാണ് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. തൃശ്ശൂരിലടക്കം കൂടുതൽ പ്രവർത്തനം അനിവാര്യമാണ്. BJPക്കുള്ളിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ഉറപ്പിക്കണം. ഇതെല്ലാം RSS സഹകരണത്തോടെ സാധ്യമാക്കാനാണ് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ വയനാട് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഏകോപനത്തിന് കൂടുതൽ ശക്തമായ സംവിധാനം ഉടൻ ഉണ്ടാക്കാനാണ് തീരുമാനം. RSSന് കൂടി താൽപ്പര്യമുള്ള തരത്തിലാകും ഈ സംവിധാനം നിലവിൽ വരിക.